നല്ല മഴയ്ക്കുള്ള കോളുണ്ടല്ലോ. ചേട്ടൻ പണിക്ക് പോയില്ലേ? പണിയില്ലെന്ന്, പണി കുറവാണ് ചേട്ടാ. അതെ, ഈ പരമിച്ചേട്ടന്റെ വീട് എവിടെയാണ്? ഏതാ തെങ്ങിക്കാരന്റെ പരമാണോ? തെങ്ങിക്കാരനല്ല, ഈ വെടിക്കെട്ട് നടത്തുന്ന വെടിക്കെട്ടുകാരൻ. വെടിക്കെട്ട് പരമില്ല. ഓ കാണുന്ന വീടുണ്ടാ, ഒരു പുക വരണുണ്ട്, ആ വീട് തന്നെയാണ് പരമില്ല, വെടിക്കെട്ട് പരം. ഓക്കെ, ശരി ശരി. നീ എന്തിനാണ് അവർ അങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട്? നമുക്കെന്ത് കിട്ടാനാ? അവര് പോയി പെടട്ടണേ, നമുക്ക് ഇവിടെ ഇരിക്കാം. പരമിച്ചേട്ടാ, പരമിച്ചേട്ടാ, പരമിച്ചേട്ടോ പിന്നെ എന്താ കാര്യം? അല്ല, ഈ വെടിക്കെട്ടുകാരൻ പരമിച്ചേട്ടന്റെ വീട് തന്നെയാണ്. വെടിക്കെട്ടുകാരൻ പരമു ഞാൻ തന്നെ. ചിലപ്പോ കുഴപ്പമൊന്നുമില്ല അവിടുത്തെ. ചേട്ടന്റെ വെടിക്കെട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി. ചേട്ടന്റെ എന്തൊക്കെ വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത്? വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആണ്. ചേട്ടന്റെ ഒരു വെറൈറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മറ്റേ താലത്തിന് ഉഗ്രം വെറൈറ്റി ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താലത്തിന് പെണ്ണുങ്ങൾ നിക്കൂലോ. താലത്തിന് പെണ്ണുങ്ങൾ നിക്കുമ്പോ ആ ഓരോ താലത്തിലും ഓരോ പൂക്കുറ്റി വെച്ച് കൊടുക്കും. അതായത് പെണ്ണുങ്ങൾ ഇങ്ങനെ താലം പിടിച്ച് നിൽക്കുമ്പോ ഈ പൂക്കുറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കും. പൂത്തിരി വെച്ച് ഇതെല്ലാം കൂടി നിന്നങ്ങനെ കത്തുമ്പോ അതൊരു വെറൈറ്റി തന്നെയാണോ? ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, അപ്പൊ ഇത് പൊള്ളൂല, മേത്ത് വീഴില്ലേ? പൊള്ളൂല. അതിന് കൊള്ള കളർ കൊള്ളില്ലേ, അത് പിടിച്ച് ചെയ്താൽ പൊള്ളൂല. എന്താണ്? അല്ല, നിങ്ങളുടെയൊക്കെ പേര്? എന്റെ പേര് ഷീബു. ഇത് സുഗു. സുഗുന് വല്ല സുഗുന തോന്നല്ലേ? അല്ല, ഈ ചെവിട്ടിലെന്തായിരിക്കണം സംസാരം? പാളിപ്പടക്കം. ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോ കടിച്ചു വേണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പൊട്ടിച്ചോണ്ടിരിക്കണോ, അല്ലെങ്കിൽ എനിക്ക് സുഖം ഉണ്ടാവൂല. ഞാൻ കാര്യം ചോദിക്കാം. നമ്മള് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മറ്റേ മാലപ്പടക്കം പൊട്ടാതെ വന്ന് ഓർക്കല്ലേ? ചേട്ടാ, ഈ കൂട്ടായില്ലേ മാലപ്പടക്കം, അതിന് കത്തി കത്തി വരുമ്പോ ഇടക്ക് പൊട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. വെറൈറ്റി ഇവിടെ സംഭവിച്ചെന്ത് ചെയ്യും? അങ്ങനെ സംഭവിക്കൂല. അതെന്താ? നമ്മൾ ഈ മാലപ്പടക്കം ഉണ്ടല്ലോ, അതിങ്ങനെ പൊട്ടി ഇങ്ങനെ വരുമ്പോ ആൾക്കാരൊക്കെ ഒരു ഹരമൊക്കെ വരുമ്പോ ഈ പൊട്ടാതെ വന്ന പടക്കം ഞാൻ 10 പേരെ അവിടെ നിർത്തിയിട്ടുണ്ട്. അതായത് പൊട്ടി വരുമ്പോ ഈ പടക്കം നിന്ന് പോയാല് 10 പേരെ ചേട്ടൻ 10 പേരെ മടലും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഓലമടല്. ഈ പൊട്ടാത്ത കിടക്കും തല്ലിപ്പൊട്ടിക്കും. എല്ലാം കൂടി എനിക്ക് മനസ്സിലായില്ല. ഇഷ്ടപ്പെട്ടാ? പെട്ടില്ലേ? അല്ല, നമ്മ വിടൂല്ലേ? ഇഷ്ടപ്പെട്ടു. പെട്ടാ? എനിക്ക് എന്തെങ്കിലും അല്ല, അത് കുഴപ്പമില്ലല്ലേ? അല്ല, അത് ഒരു വെറൈറ്റി ആണല്ലേ? അല്ല, അതായത് 10 പേര് ഇങ്ങനെ കവളന്മാരെല്ലാം അടിച്ചു പൊട്ടിക്കും. പൊട്ടാത്ത പടക്കം ചേട്ടൻ അടിച്ചും പൊട്ടിക്കും. അതൊരു വെറൈറ്റി ആണ്. വേറെ അങ്ങനെ പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കാം. ഈ നമ്മുടെ ഈ കോടയില്ലേ, കൊട ഇങ്ങനെ വിടുമ്പോഴത്തേക്കും ചില സമയത്ത് കൊടയൊന്നും വിടരാറില്ല. അപ്പൊ അതുപോലെ ഇവിടെ സംഭവിക്കും? ഒരിക്കലും സംഭവിക്കില്ല. വെറൈറ്റി. പയ്യത്തിപ്പുണ്ട് മത്താപ്പ്. അവന്റെ പേരാണ്. അവന്റെ പേരാണ് ആശാനെ വിളിച്ചായിരുന്നു. നീയല്ല മത്താപ്പ്, വേറെ മത്താപ്പ്. പിന്നെ ഞാനാണ് മത്താപ്പ്. ആശാനല്ല, ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നത്. സംശയം ചോദിക്കണല്ല, ചോദിക്കും. ഈ പുട്ടുകുടത്തില്ലേ, എന്തിനാണ് ആശാനോട് കരിമരുന്ന് ഇറക്കാൻ പറഞ്ഞത്? പുട്ടുകുടത്തില് കരിമരുന്നാ? പുട്ടുണ്ടാക്കാനല്ലേ? പുട്ടുണ്ടാക്കാനുള്ള പുട്ടിയല്ലേ? അതല്ല ആശാൻ ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞു കരിമരുന്ന് ഇറക്കാനാ. പുട്ടുണ്ടാക്കാൻ ആൾക്കാർ വന്നിരിക്കാൻ ഭ്രാന്ത് പിടിക്കുന്നു. പലതും പറയുന്നേ അവന്. നിങ്ങൾക്കെന്താ പറഞ്ഞു? നിങ്ങന്ന് പറഞ്ഞെന്തോ കൊടവിട്ട് അവിടെ നിങ്ങൾ വിടർന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിന്റെ കാര്യം അത് വിടണ കാര്യം വിടർന്നില്ലെങ്കിൽ എന്ത് വിടർന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ വിടും. അതെങ്ങനെ? അതിനെന്താണ് നമ്മുടെ വത്താപ്പുള്ള ഈ സാധനം നമ്മ തിരി കത്തിച്ച് മേലിലേക്ക് വിടുമ്പോണ്ടല്ല, ഇവനെയും കൂടി കയറ്റി മേലിലേക്ക് വിടുന്നുണ്ട്. ബാക്കിയുള്ള കൂടെ വിടർന്നില്ലെങ്കിൽ ഇവൻ വിടർത്തിക്കോളെങ്കിലും വരുന്നത് പറ്റിയില്ല, ഞാനും കൂടി വിടർത്തും. അതാണ് വെറൈറ്റി. ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ടാ? പെട്ടിട്ടുണ്ട്. ആ പരമച്ചേട്ടാ ആ എന്താ സുഖം? ഈ ഫോട്ടോ ഓട്ടോ അച്ഛനാന്ന് തോന്നുന്നു നമ്മൾ എടുക്കണം. വേണ്ട. സാധാരണ ഫോട്ടോ അല്ലേ, ആ. പൂമാലയല്ല, ആ. ഇത് എന്താ പടക്കം. വെറൈറ്റി. എന്നാ പിന്നെ ഒരു നിലവിള കൂടി കത്തിച്ചു വെക്കാൻ പാടില്ല. പൊട്ടി തെറിക്കൂലോ? ആ ശരിയാ. ഇതുകൊണ്ട് കണ്ട ഇതാണ് കടിച്ചു പിടിച്ചത് മണ്ടൻ ഭ്രാന്തനാണ് ആള്. ആ, ഇഷ്ടപ്പെട്ടാ? അയാള് പന്നി തോട്ട കാണിച്ച പോലെ പോയി കണ്ട കട ഉള്ളിൽ കണ്ട ഇഷ്ടപ്പെട്ടാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? സുഖം പുള്ളിയുടെ കാലോട്ട് ശ്രദ്ധിച്ചു നോക്കി വല്ല ചങ്ങലേട്ടോ നോക്കി പ്രാന്തനാണ് പുള്ളി. ഉറപ്പാണ്. എന്താ രണ്ടുപേരും കൂടി പറയണം. വെറൈറ്റി. ഇതെല്ലാം കഴിയുമ്പോ എന്റെ ഒരു പ്രകടനമുണ്ട്. എന്ത്? ഈ പന്തവും കത്തിച്ച് പിടിച്ച് വെടിപ്പുരയിലേക്ക് ഞാനങ്ങ് ഓടി അങ്ങ് കയറും. ഇതെല്ലാം കൂടി നിന്ന് കത്തപ്പെടില്ല. ഒരു വെറൈറ്റി അല്ലേ? ഇഷ്ടപ്പെട്ടോ? പോയിട്ട് പെട്ടെന്ന് ഞാൻ കാത്തിരിക്കും. പെട്ടെന്ന് തന്നെ ഞാൻ കാത്തിരിക്കും. പോയിട്ട് വാ. ദാ, ഇതാ നോക്കാം. വാ. ഞങ്ങള് പരമിച്ചോ പരമച്ചേട്ടന്റെ വെടിക്കെട്ടാനും പരമച്ചേട്ടന്റെ അടുത്ത് വെടിക്കെട്ട് ബുക്ക് ചെയ്യാൻ വന്ന കമ്മിറ്റിക്കാരെ ഞങ്ങള്. നിങ്ങള് നിങ്ങൾ എന്നിട്ട് ആരെ കണ്ടത്? ഗുണ്ടും പിടിച്ച മുഴുവൻ വട്ടനാണ്. പരമു അതല്ല, അതിന്റെ അപ്പുറത്ത് കരി പിടിച്ചത് ഇങ്ങനെ കണ്ണടം വെച്ച് ഒരു മലനടിച്ചോ സാധനം കിടപ്പണ്ട. അതാണ് യഥാർത്ഥ പരമു. അതാണ് പരമു. ഇവ മുഴുവൻ അയാള് കൊണ്ടു നടന്ന് ഇതിനെ സവണ്ടി കേട്ട് റിലേ പോയ പ്രാന്തനാണ്. നീയൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞു പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട് അവൻ എന്നെ നോക്കണുണ്ട്. അവൻ നോക്കണ്ടല്ലോ നോക്കി എന്നെ നോക്കണ്ട, പേടിച്ചിട്ടൊന്നുമല്ലേ എന്നെ നോക്കണുണ്ട് അവൻ. പേടിച്ചിട്ടൊന്നുമല്ല. നമുക്ക് ഇത്തവണ വെടിക്കെട്ട് വേണ്ട. വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി പോട്ടെ. താങ്ക് യു. ഓരോ ചായ കുടിക്കാൻ പോയാലോ? പിന്നെ പോയിട്ട് വരാം നമുക്ക്. അതെ, ആരെങ്കിലും വഴി ചോദിച്ചു വരുമ്പോ കണ്ട ഭ്രാന്തന്മാരുടെ അടുത്താണ് കൊണ്ടുവരുന്നത്. ആണോ? അല്ല അറിയാൻ കഴിക്കണം. അങ്ങനെയാണ് വിടുന്നത്. ഞാനവരുടെ അപ്പഴേ പറഞ്ഞത് വെറുതെ ആവശ്യത്തെ പണി എന്തിനാ ചെയ്യണെന്ന്. ഇപ്പൊ അവൻ ഗുഡ് വെച്ച് ഞങ്ങളെ പൊട്ടിച്ച് കത്തിച്ചില്ലെന്നേ ഉള്ളു. ഇപ്പൊ രക്ഷപ്പെട്ടു പോന്നാണ് അവിടുന്ന്. നോക്കണ്ടല്ലോ. ഭ്രാന്ത് വീണ്ടും പരിപാടി വേണ്ടിയിരുന്നല്ലേ? പോയാ വാ. പൈസ കിട്ടില്ല. അഡ്വാൻസ് തന്നില്ല. അഡ്വാൻസാ? ആ പൈസ കിട്ടിയില്ല. ഗൂഗിൾ പേ ചെയ്തേക്കാം. ഗൂഗിൾ പേ അതിന് ഫോണില്ല. അല്ല എന്റെ ഒരു ഫോണില്ല. ഫോണില്ലേ? തൽക്കാലം ഞങ്ങൾ പോയിട്ട് വരാം. പോയാ ഒരു വെറൈറ്റി ഉണ്ട്, സൂപ്പർ വെറൈറ്റി ഉണ്ട്. വാ ഞാൻ പറഞ്ഞുതരാം. വാ. എന്ത് വെറൈറ്റി? നമുക്കേ ആനയുടെ മുതുകത്ത് ഡൈന വെച്ച് പൊക്കിയാല. അപ്പൊ ആനയും കൂടി പൊങ്ങിപ്പോകുമ്പോ നല്ലൊരു വെറൈറ്റി ആകൂലേ? ആന കൂടി പൊക്കി പോകുമ്പോ ഇഷ്ടപ്പെട്ടില്ലേ? പെട്ടാ ഭ്രാന്താ? ആർക്കും ഭ്രാന്ത്? ആർക്കും ഭ്രാന്തൊന്നുമില്ലല്ലോ. വരുമോ? ഞാൻ അവിടെ കാത്തിരിക്കും. അവന്മാര് പോയല്ലേ. പിന്നെ സൂപ്പർ വെറൈറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഞാൻ പറയട്ടെ എന്താന്ന്. ഉത്സവപ്പറമ്പല്ലേ? അപ്പോൾ ആന നിരന്നിരിക്കുമ്പോൾ ആനയുടെ വാലിൽ നമുക്ക് മാലപ്പടക്കം വെച്ച് കത്തിച്ച ആൾക്കാരുടെ ഇടയിലോട്ട് അങ്ങ് വിടാം. അപ്പോൾ ആൾക്കാരും ആനയും കൂടി പോകുമ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ആകൂലേ? ഇഷ്ടപ്പെട്ടാ?